JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിന്റെ യോഗ്യത എന്താണ്, DCA ആവശ്യമാണോ, എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് നോക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം LD ക്ലർക്ക് ഇൻ ദ ഗുരുവായൂർ ദേവസ്വം പോസ്റ്റ് LD ക്ലർക്ക്, അതിന്റെ ഡേറ്റ് ഓഫ് എക്സാം 17/8/2021 ആണ്. ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 65 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 23/4/2024 ആണ്. അപ്പോൾ അതിന്റെ അകത്ത് ഓരോ കാറ്റഗറിയിലും ഓപ്പൺ കാറ്റഗറിയിൽ 59 ആണ് അഡ്വൈസ്. അതുപോലെ തന്നെ EWS വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെന്ററി 3, SC S/L 7, ST/L 1, OBC ഓള് മൊത്തം നിയമനമായിട്ടുള്ള OBC. അതുപോലെ തന്നെ വിശ്വകർമ്മ അപ് ടു OC, H നാടാർ അപ് ടു OC, ധീവര അപ് ടു OC, LB1, HI 1. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് മൊത്തത്തിൽ അപ്പോൾ മനസ്സിലാക്കാനുള്ള. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 65 ആണ് ടോട്ടൽ അഡ്വൈസ്. അപ്പോൾ 17/8/2021 ആണ് എക്സാം ഡേറ്റ്. അങ്ങനെ വരുമ്പോൾ 17/8/2022 ആകുമ്പോൾ 1 വർഷമാവും, 17/8/2023 ആകുമ്പോൾ 2 വർഷമാവും, 17/8/2024 ആകുമ്പോൾ 3 വർഷം പൂർത്തിയാവും. അപ്പോൾ 8ാം മാസം ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ ഈ മാസം അവസാനം ത്തോടുകൂടി പുതിയ നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായും എത്തേണ്ടതാണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 23/4/2024 ആണ്. അപ്പോൾ ഈ LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കാം. ക്ലാസ് 12th ക്ലാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, ഹാവ് എ DCA ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് LDC വരുമ്പോൾ സാധ്യത ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ DCA എന്ന് പറയുമ്പോൾ DCAക്ക് തത്തുല്യമായ PGDCA അല്ലെങ്കിൽ DCAയുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ DCA ആയിരിക്കും ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതില് DCA ഇല്ലെങ്കിലും DCAക്ക് തത്തുല്യമായ കോഴ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. PGDC ഉള്ളവർക്കും അങ്ങനെ അതുമായിട്ട് DCAയുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന കോഴ്സ് പഠിച്ചവർക്കെല്ലാം തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.